ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാട്ടുവത്തലിൻ്റെ റെസിപ്പി. ചട്ടിപ്പത്തൽ, ബാട്ടുവത്തൽ അങ്ങനെയല്ല പറയും. ഞമ്മ പറയൽ ബാട്ടുവത്തൽ, കാസർഗോട്ടാളായ ഞമ്മ പറയലിന് ബാട്ടുവത്തൽ. കുറേ ആൾ ചട്ടിപ്പത്തൽ എന്നും പറയലുണ്ട്. ഇതിൻ്റെ റെസിപ്പിയും പിന്നെ പാക്കിങ്ങും അതിൻ്റെ എല്ലാം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇതാകട്ടെ നമ്മൾ ചട്ടിപ്പത്തിരി പാക്കാക്കുന്നതാണ്. നമ്മൾ ചട്ടിപ്പത്തിരി, പാട്ടുപത്തിലെന്നും കൂടി പറയുന്നതിന് എല്ലാം മടുത്ത് വെച്ച്. കാരണം ഉണ്ടാക്കിയിട്ടും ഇത് പാക്ക് ചെയ്തിട്ടും എല്ലാം ഒന്നാകെ ഒരു മടുപ്പ് വന്ന പോലെ പോയി. കാരണം നല്ലോണം ബെൻത്ത് എന്ന് പറയില്ലേ, നല്ലോണം ക്ഷീണിച്ചിട്ടാണ്. കാരണം ഈ ചൂട് കാലത്ത് ഇതുപോലെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് പണി ചൂടും എണ്ണയൊക്കെ ആയിട്ടുള്ള പണിയെടുത്തിട്ട് നല്ലോണം മടുത്ത് തളർന്നു പോയി. എല്ലാ സ്ഥലത്തും പാക്കാക്കാൻ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഞാൻ എന്താ റൂമിൽ നിന്നിട്ടാണ് പാക്കാക്കുന്നുള്ളത്. ഫാനിട്ടെങ്കൊന്നും ഇങ്ങനെ ചൂട് കാറ്റാണ് ഫാനിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റൂമിലാകുമ്പോൾ ബെഡ്റൂമിലാകുമ്പോൾ AC ഒക്കെ ഇട്ടിട്ടൊന്ന് ഇതുപോലെ പാക്ക് ചെയ്യാന്ന് വെച്ചിട്ട് വന്നേട്ടാ. പിന്നെ ഫാനിട്ടിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴല്ലേ ഇത് നളുത്ത് പോകണ്ടാത്തത് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ എല്ലാം ടെൻഷനല്ലേ. അങ്ങനെതാ ഈ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ മടിയാട്ടാ. പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത് അപ്ലോഡായി ചെയ്യാതെ എങ്ങനെയെന്ന് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ബാട്ടുവത്തലും സൊറോട്ടയാണ് കേട്ടോ. സൊറോട്ട ഒരു 10-25 കിലോ വരെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് മടുത്തിട്ട കയ്യും കാലൊക്കെ കുഴഞ്ഞെന്ന് അറിയുന്നില്ലേ, ക്ഷീണിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഒരു 2 കിലോ വരെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കിലോ പിന്നെ 3.5-4 കിലോ വരെ വാട്ടത്തിലാവും ഇത്. 2 കിലോ പച്ചരി എടുത്തിട്ട് നല്ല നൈസാക്കിയിട്ട് അരച്ചിട്ട് പിന്നെ ഇതുപോലെ തേങ്ങ കൊത്തും കൂടി അതിലേക്ക് ഇട്ടിട്ട് തേങ്ങ കുറച്ച് ചിരകിയത് ഇട്ടിന് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് നല്ല പാങ്ങൽ മിക്സ് ചെയ്തെടുക്കലാണ്. 4 മുട്ട കൂട്ടിനിട്ട് ഇതിലരക്കുമ്പോഴേക്ക് ബാട്ടുവത്തിൻ്റെ റെസിപ്പി ഇട്ടിന് ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. ഒരു ഈ പരുവത്തിൽ മാവ് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ പത്തലൊക്കെ പുതുക്കി എടുക്കില്ലേ ചൂടാക്കിയിട്ട്, അതുപോലെ പുതുക്കിയിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കട്ടെ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയില്ലേ അതിനെക്കാട്ടി കുറച്ചൊരു ലൂസിലും കൂടി ഉണ്ടാക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. നമ്മതാ റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ബോൾസാക്കി എടുക്കുന്നുള്ളത്. അത്രക്കും പറ്റുന്നില്ല കേട്ടോ. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇതേപോലെ കുഞ്ഞു ബാട്ടത്തിലോട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. കാണാനും നല്ല രസമുണ്ട്, തിന്നാനും അതിനും കാട്ടി രസമുണ്ട് കേട്ടോ. എനിക്കിത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കിട്ടുന്നവർക്ക് ടേസ്റ്റാവോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഇതുപോലെ പുറത്തിട്ട് അടുപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളത്. ഈ പുക ഇല്ലാത്ത അടുപ്പിൽ പുക വരാൻ തുടങ്ങിയതിന് ശേഷം ഈ പുറത്തുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി പാടാണ്. കാരണം വെയിലത്തൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ചുടുന്നതിനെടുക്കുന്ന കുറേ ആൾ വിളിച്ചുകൊണ്ടേനെ കേട്ടോ. ഒരു 1/2 കിലോ തരാൻ പറ്റുമോ എന്ന്. പക്ഷേ പറ്റുന്നില്ല എന്നെ പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ ചൊടിച്ച പോലെ കേട്ടോ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ നമ്മളെ ഫാമിലീസിലത്തെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അതും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ അവർ കൊടുക്കാതിരിക്കും, ഒരു പാങ്ങില്ല. പിന്നെ എന്താ ചെയ്യുന്നത്, 20-ാം തീയതി ആകുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറ്റില്ല എന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. മുന്നൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ പാക്ക് ചെയ്യാനും കൂടി മടിയാണ് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രം പോരാല്ലോ, പാക്കും കൂടി ചെയ്യണമല്ലോ എന്ന് നിൽക്കുമ്പോൾ മടിയാണ് കേട്ടോ. പക്ഷെ പാക്ക് ചെയ്യാതെ വെക്കാനും ടെൻഷനാണ്. നളുത്ത് പോയാൽ അതും ദോഷമല്ലേ. അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ എടുത്ത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പാക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 കവറിൽ കാണുന്നത് 2 കവറും ബാട്ട് സൊറോട്ടയാണ് കേട്ടോ. ബാട്ടത്തിലും സൊറോട്ടയില്ലേ എത്ര ഉണ്ടാക്കിയെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ആകുന്നില്ല കേട്ടോ. ഇപ്പോൾ സൊറോട്ടയുടെ ഈ 2 പിന്നെ കവറിലുള്ളതും സൊറോട്ടയാണ്. ആകെ 3.5 കിലോ സൊറോട്ട മാത്രമേ ഉണ്ടായിട്ടു. 10 കിലോൻ്റെ കവറിൽ ആകെ നമുക്ക് പിടിച്ചിട്ടുള്ളത് അതിൽ 3.5 കിലോ കേട്ടോ. കാരണം അത് വെയിറ്റ് കുറേ ഉണ്ടെങ്കിലും വെയിറ്റ് ആകുന്നില്ല. ചെറിയ വെയിറ്റ് ഇല്ലാത്തൊരു സാധനമല്ലേ. തിന്നാൻ നല്ല ടേസ്റ്റാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ആകുന്നില്ല കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി മടുത്തത് കൊണ്ടായിരിക്കും എല്ലാം മടുത്തിട്ട. കാരണം ക്ഷീണിച്ചു പോയി. നോമ്പ് നോക്കിയിട്ട് ഇതുപോലത്തെ പണിയെടുക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായി പോകുന്നുണ്ട്. ഒന്നും വയ്യാതെന്ന് അറിയുന്നില്ല. ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഈ നാട്ടിൽ മഴയൊന്നും പെയ്തിട്ട് കുറേ സ്ഥലത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു തണുപ്പും ആശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും വയ്യ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓർഡേഴ്സ് ഞാൻ കറക്റ്റ് ആ സമയത്തിനനുസരിച്ച് ചുട്ടെടുക്കാനേ ഒക്കുന്നുള്ളൂ. ഇത് ഒത്തുപോയത് കൊണ്ട് നമുക്ക് ചുട്ടെടുക്കാനുള്ള വാക്ക് കൊടുത്തിട്ടാകുമ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോന്നറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതായിട്ടാണെന്നറിയില്ല. ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നോമ്പ് കാലത്തായതുകൊണ്ടായിരിക്കും. നോമ്പ് കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എണ്ണയിലൊക്കെ ഇടുമ്പോൾ അല്ലേ കൈയൊക്കെ പൊള്ളുന്നിട്ട്. എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ട്. വെള്ളം കൊള്ളുമ്പോഴല്ലേ ഇങ്ങനെ കത്തുന്നിട്ടാ. കൈ കുഴക്കാനൊന്നും പറ്റുന്നേയില്ല. കൈ ഇടുമ്പോഴൊക്കെ ഓർമ്മയിലാണ്ട് ഞാൻ പെട്ടെന്ന് തിരക്കിലിടുമ്പോഴൊക്കെ കൈയൊക്കെ പൊള്ളി പോകുന്നുണ്ട്. ഇങ്ങനെ പാക്കായിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആർക്ക് കിട്ടും എങ്ങനെ കിട്ടും എന്നറിയില്ല. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ സൊറോട്ടൊക്കെ പോയത് കൊണ്ടില്ലേ
കുറച്ചുകൂടി പണി കൂടിയിട്ടാ നമുക്ക് നമ്മൾ ഇത്ര പെട്ടെന്നിലാവുമെന്ന് വിചാരിച്ച പോലെ ആവുന്നില്ല. പിന്നെ ഇതാ വെയിറ്റിംഗ് മെഷീൻ്റെ ബാറ്ററി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ബാറ്ററിയും കൂടി മാറ്റിയിട്ടാ. കാരണം വെയിറ്റ് കറക്റ്റ് ആവാതിരിക്കും, അതും കൂടി ടെൻഷനാണ്. എല്ലാം അരക്കിലോൻ്റെ പാക്കറ്റാക്കിയിട്ടുണ്ട്. ഇത് 1 കിലോൻ്റെ പാക്കിങ് കവറാണ്. അതിൽ സൊറോട്ട ഫുള്ളായിട്ടുണ്ട്. ആകെ 1 കിലോ ആട്ടോ അതിൽ പിടിക്കുന്നുള്ളത്. അപ്പോൾ ഈ വെയിറ്റിംഗ് മെഷീൻ്റെ ബാറ്ററിയും കൂടി മാറ്റിയിട്ടാകുമ്പോൾ അത് ശരിയായിട്ടാ. കുറേ പ്രാവശ്യം നോക്കിയിട്ടാകുമ്പോൾ ഒരിക്കൽ 450, ഒരിക്കൽ 470 അങ്ങനെ കാണിക്കുമ്പോൾ ടെൻഷനായി. അങ്ങനെ എൻ്റെ ബാറ്ററി മാറ്റിയിട്ടാ. പിന്നെ ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് ഇട്ടിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ സാധനവും ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഓരോരോ സമയത്ത് ഓരോന്നും ഉണ്ടാക്കുമില്ല, ആൾക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് പിന്നെയും ഉണ്ടാക്കേണ്ടി വരുന്നത്. പിന്നെ ഇങ്ങനെ വീട്ടിലേക്കെല്ലാം വന്നിട്ടില്ലേ, ഒന്ന് തരും, ഒരു പേക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ കൊടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് ആക്കുന്ന പോലെ ആയി പോകുന്നുണ്ട്. ഓരോ 1 കിലോയൊക്കെ ഞാൻ അറിയാണ്ട് കൊടുത്തും പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ പണി വരുന്നത്. വിളിച്ചാലോടൊക്കെ ഇല്ല എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ട് ഒന്ന് തരാൻ പറ്റുമോ, ഒരു പേക്ക് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാനും മനസ്സ് വരുന്നില്ല. അത് കാരണം ഇങ്ങനെ കൊടുത്തു പോകുന്നതിനോട് വീണ്ടും ചൂണ്ടി വരുന്നിട്ടാ. അങ്ങനെ ഇപ്പം ഞാൻ വന്നവരോടും പറഞ്ഞിട്ടാ, ഇല്ലാത്തതുകൊണ്ട് തന്നെ ആട്ടാ. ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സൊറോട്ട എന്നുള്ള സംഭവം ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ടേ ചൂടാൻ കഴിഞ്ഞിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് അറിയേയില്ല ഈ സൊറോട്ട എങ്ങനെ ചൂടലെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൊറോട്ട. അപ്പോൾ ഓളായിരുന്നു ഉണ്ടാക്കുന്നത് എങ്ങനെ ഓൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഓക്കൊരിക്കൽ ചുട്ട് നോക്കി. പിന്നെ അത് ചുട്ടിച്ചാകുമ്പോൾ ഈസി ആയതുപോലെ കണ്ടതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊന്നും ഒന്നും ഈസി ആയില്ല കേട്ടോ. എന്നുവെച്ചെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് കുറേ സമയം വെക്കാനും പറ്റില്ല. അത് പെട്ടെന്ന് തന്നെ എണ്ണയ്ക്കിടുകയും വേണം, പരത്തണയും വേണം. അങ്ങനെ 3-4 ആളില്ലാണ്ട് ഇതൊന്നും പറ്റുന്നില്ല. പകൽ ചുടാനും പറ്റുന്നില്ല കേട്ടോ, ചൂട് കാരണം. നോമ്പ് തുറന്നിട്ടേ പറ്റുമെന്ന് വെച്ചിട്ട് 8-9 മണിക്ക് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. 2-3 മണി വരെ ഇതുപോലത്തെ പണിയെടുക്കുന്നുണ്ട്. പകലാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ഈ വെളി കണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. ഈ ഇരുട്ടിലില്ലാണ്ട് ലൈറ്റ് കണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പകലും കൂടി ഉറങ്ങായിരുന്നു. പെരുന്നാൾക്ക് ഒരു പരുവാവുന്നതാണ് വിചാരിക്കുന്നത്. കാരണം കൈയൊക്കെ പൊള്ളിയിട്ട് കത്തിയിട്ട് കഴിയുന്നില്ല. പിന്നെന്ത് ചെയ്യുന്ന ഒത്തവരോടൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനിയുള്ള ഓർഡേഴ്സെല്ലാം കറക്റ്റ് അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഒരു ദിവസത്തിൽ എത്ര കിലോ വരെ ചൂടാൻ പറ്റുമെന്ന്. ഒരു 5 കിലോയിൽ കൂടുതൽ ചൂടാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് മാത്രമേ തളർന്നു പോകുന്നുണ്ട് അറിയുന്നില്ലേ. അങ്ങനെയാണ് 5 കിലോയിൽ കൂടുതൽ ഒരു ദിവസം ചൂടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഇനി ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പാക്കലുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റുന്നില്ല. അല്ലാതെ ഇപ്പോൾ എക്സാം ഇല്ലാത്ത സമയത്തൊക്കെ ഓളും ഹെൽപ്പ് ചെയ്യലുണ്ട്. അത്യാവശ്യത്തിന് പരത്താനും പിന്നെ ഞങ്ങൾക്ക് ഈ എണ്ണേൻ്റെ അടുത്തേക്ക് കൊണ്ടുത്തരാൻ അങ്ങനെയൊക്കെ ഓൾ ഹെൽപ്പ് ചെയ്യലുണ്ട്. വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരിക്കൽ പെരുന്നായെങ്കിൽ മതിയെന്നായിട്ടുണ്ട്. കാരണം അത്രക്കും എന്ത് പറയുന്ന ചുട്ടിട്ട് മടുത്ത് എന്ന് പറയുന്നില്ല, അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കുറേ പെരുന്നാൾക്ക് കുറേ കച്ചവടമാക്കിയല്ലോ, കുറേ പൈസ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ അത്യാവശ്യത്തിന് നല്ല ലാഭത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ലാഭമില്ല എന്നും പറയുന്നില്ല, ലാഭത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ പറയാമെന്നല്ല, അത്യാവശ്യം നല്ല അതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ ഉണ്ടാക്കി. നല്ലോണം മടുത്തെങ്കിലും, കാരണം എണ്ണയും ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും മടുത്തെങ്കിലും നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ ആരും അതിന് മുന്നിലോട്ട് തന്നെ പോവാം, ആരും ബാക്കിലോട്ട് പോകാൻ നിൽക്കണ്ട. അപ്പോൾ ഇതാ പാക്കിങ്, സൊറോട്ടൻ്റെ പാക്കിങ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ബാക്കിയുള്ള മറ്റേ കവർ പൊടിച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സൊറോട്ടയാണ് കേട്ടോ. ഇത് മധുരം ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മധുരം ഇല്ലാതെ ഉണ്ടാക്കിയിട്ടോ. ഇത് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് കൊണ്ട് 2 കിലോ മധുരമില്ലാത്തത് മാത്രം ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഇത് മധുരത്തിൻ്റെയാണ്. ഇത് നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈസിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്തില്ലേ കല്യാണത്തിൻ്റെ ഹോളിൽ കേട്ടോ, കല്യാണ മണ്ഡപം എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു ഓഡിറ്റോറിയം നമ്മളെ മുറ്റത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നൊരു കല്യാണം ഉണ്ട് അവിടെ. ഇന്ന് രാത്രി ഭയങ്കരത്തിൽ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഡോറ് ജനലും എല്ലാം അടിച്ചെങ്കിലും ഇല്ലേ, അടുത്ത സൗണ്ട് ഭയങ്കരത്തിൽ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് ഓവറിൽ കേൾക്കോ ഇല്ലയോ എന്നറിയില്ല, അത്രക്കും സൗണ്ടാണ് കേട്ടോ അവിടെ. ഭയങ്കരത്തിൽ പാട്ട് പാടുന്നുണ്ട്. നല്ല രസമാണ്. തൊട്ടുമുട്ടിയിട്ടാണ് കേട്ടോ, വീടിൻ്റെ തൊട്ടുമുട്ടിയിട്ടാണല്ലോ പാഞ്ചാലി ഓഡിറ്റോറിയം ഒരു ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു മതിൽ, ഞങ്ങൾക്കൊരു ഗ്യാപ്പിലൊരു മതിലേ ഉള്ളൂ. അത്രയ്ക്ക് ഞങ്ങൾ മുട്ടിയിട്ട് വേറെ വീടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ 2 മംഗലം എന്തായിട്ടും ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ നോമ്പായതിനു ശേഷം ആകെ 1-2 പരിപാടിയേ ഉണ്ടായിട്ടുള്ളൂ. എന്തായിട്ടും എന്തെങ്കിലും ഒരു പരിപാടി എപ്പോൾ ആയിട്ട് അവിടെ ഉണ്ടാവലുണ്ട്. അപ്പോൾ നോമ്പായതിനു ശേഷം അങ്ങനെ ഉണ്ടായിട്ട് 1-2 പരിപാടി മാത്രമേ ഉണ്ടായിരുള്ളൂ. ഇന്ന് 2 ദിവസമായി തുടങ്ങിയിട്ട് ഭയങ്കര പരിപാടിയും തോന്നുന്നു. നല്ല രസമുണ്ട്, പാട്ടും കൂട്ടായിട്ട് സൗണ്ടും ഡെക്കറേഷനൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനിന്ന് നെയിലാട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇന്ന് അപ്പം ചുടാൻ മടിയൊന്നും വരില്ല, കാരണം പാട്ട് കേട്ടോണ്ട് ചുടാലോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പാക്കിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഇതുപോലത്തെ കുറേ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് വീഡിയോ ഞാൻ ഇട്ടേന്നിട്ട് എല്ലാം ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഇനിയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കാരണം 17K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആയിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിലേക്കൊന്നും ഞാൻ ഇതുപോലത്തെ പണി എടുക്കുന്നില്ല കേട്ടോ. കാരണം 1 വീക്ക് കഴിഞ്ഞിട്ടേ ഞാൻ ഓർഡേഴ്സ് ഉള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഇൻഷാല്ലാ ബൈനോമ്പ് കഴിഞ്ഞതിന് മാത്രമേ ഇതുപോലത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. കാരണം കുറച്ച് ദിവസം കൂടി ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ. അങ്ങനെ പാക്കിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. സൊറോട്ട ഇതൊക്കെ അല്ലേ, ഇത് പഞ്ചസാര പൊടിച്ചത് ഇടുന്നതുകൊണ്ട് കൈയൊക്കെ ഫുള്ള് നാശമാണ് കേട്ടോ. പിന്നെ എല്ലാം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൗസ് എന്താ യൂസ് ആക്കാതെ വെച്ചെങ്കിൽ ഞാൻ നല്ല പോലെ കൈയൊക്കെ വൃത്തിയാക്കി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. എനിക്ക് ആ ഗ്ലൗസ് ഇട്ടുമ്പോൾ എഡിങ്ങറാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാണ്ട് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ ചട്ടിപ്പത്തിരി സൊറോട്ടയൊക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ആ ഗ്ലൗസും ആ കവറും കൂടി പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ ആ കവർ അതിലേക്ക് തന്നെ ആവും, അതുകൊണ്ടാണ് യൂസ് ആക്കാതെ വെറും കൈ കൊണ്ട് മാത്രം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്ന് നോമ്പ് 27 തുറന്ന് കേട്ടോ. നോമ്പ് 27ാമത്തെ നോമ്പ് ഇന്ന് തുറന്ന്. ഇൻഷാല്ലാ 28, 29 നമുക്ക് 30 നോമ്പ് കിട്ടിയെങ്കിൽ നല്ല സന്തോഷമാണ്. 30 നോമ്പ് കിട്ടിയെങ്കിൽ 3 ദിവസം കൂടി ഉണ്ട് എന്നുള്ളൊരു സമാധാനത്തോടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നത്. എടുക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കട്ടെ. കാരണം ടൗണിലൊക്കെ ഭയങ്കര റഷാണ്. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് നോക്കിയിട്ട് ബാക്കി ഡ്രസ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരും ഇനിയും ലേറ്റാക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് നോക്കാം. ടൗണിൽ അടിപൊളി ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പ്ലാൻ ചെയ്ത് സമയം ഇങ്ങനെ പ്ലാൻ ചെയ്തായിട്ട് ഓരോന്നോരോന്നേ ഉണ്ടാക്കുന്നുള്ളത്. ഇന്ന് 5 മണിയാകുമ്പോൾ ചൂടാൻ തുടങ്ങുക, സ്ട്രെസ് കേസിൽ ചൂടാൻ തുടങ്ങുക, ഇങ്ങനത്തെ ഒരു പ്ലാനിലാണ് കേട്ടോ എപ്പോൾ ചൂട്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. 4 മണി എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ 5 മണിയാവും. പിന്നെ 5 മണിയാകുമ്പോൾ പിന്നെ ഇന്നൊന്നും വയ്യ. നോമ്പ് തുറന്നിട്ട് ചൂടാമെന്ന് വിചാരിക്കും. നോമ്പ് തുറന്നിട്ടായിരുന്നു സ്കെച്ചിൽ ഓതിരി കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ വിചാരിക്കും ഒരു 8 മണി 9 മണി ഇങ്ങനെ 10 മണി വരെ ആവും കേട്ടോ. രാത്രിയാകുമ്പോൾ ചുടുമ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. പകൽ പറ്റുന്നില്ല കേട്ടോ. എണ്ണൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തലകറക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നും വയ്യാതിരിക്കുമ്പോൾ ഉമ്മ കുറേ പറയട്ടെ, നീ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടിരുന്നോണ്ടല്ലേ എനിക്കൊന്നും പറ്റാതെയാണ്, നിങ്ങൾക്ക് ചുട്ട് കൊടുത്തെങ്കിൽ മാത്രം പോരെ വീഡിയോ കൂടി എടുത്തിട്ടിടണം ആ ഉമ്മ പറയട്ടെ. ഉമ്മാനെ നല്ല പെട്ട് കൊള്ളാറുണ്ട്. പിന്നെ ഞാൻ ഉമ്മ കാണില്ലാലോ എന്ന് വിചാരിച്ചിട്ട് അറിയാണ്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോ എടുത്തിട്ടിടുന്നിട്ടാ. ഞാൻ ഫോണും കൊണ്ട് വരുമ്പോൾ എന്നെ ഉമ്മ എന്നെ വൈത്തും, നീ ഒരു വക വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടും നാട്ടുകാർക്ക് കാണിക്കാനെന്ന് പറയും. അങ്ങനെ അതൊരു സന്തോഷമല്ല, നിങ്ങൾക്കെല്ലാം വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടിടുമ്പോൾ അതൊരു സന്തോഷമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. എനിക്കിതിപ്പോൾ ഇട്ടിട്ട് ഒരു ദിവസം വീഡിയോ ഇട്ടില്ല എന്തോ ഒരു ടെൻഷൻ പോലെ ഇട്ടാ. ഇടാതെ നിൽക്കാറുണ്ട്, പക്ഷെ എന്തെങ്കിലും ഇടുന്നതാണ് കേട്ടോ എനിക്ക് സന്തോഷമേറെ. അപ്പോൾ ഇനി ആരും മടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യട്ടെ. 1 കിലോനൊക്കെ നല്ല ലാഭം വരും. പിന്നെ കുറച്ച് ഉണ്ടാക്കുമ്പോൾ മടുപ്പൊന്നും വരില്ല കേട്ടോ. കുറേ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടുതൽ വേണമെന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് 3-4 പേര് സ്ഥിരം ഉണ്ടാവാറുണ്ട്. സ്റ്റാർട്ടിംഗ് ഒന്നും ഉണ്ടായിട്ടോ. സ്റ്റാർട്ടിങ് ഞാൻ ഒറ്റയ്ക്ക് ചൂടലുണ്ട്. പിന്നെ ഫസ്റ്റൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ സമയത്തും നമുക്ക് കിട്ടണമല്ലോ, എല്ലാ സമയത്തും ഞാൻ ഒറ്റയ്ക്കും ചുട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും സീസൺ സമയമാകുന്നുണ്ട് ഞാൻ ഇന്നത്തെ സെയിം ആളെന്നെ എൻ്റെ ഒന്നിച്ച് ചുടാനുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോളെൻ്റെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പാക്ക് ചെയ്യുന്ന മെഷീൻ കൊണ്ടുവരാനും എല്ലാം കഴിഞ്ഞിട്ട് കവറിലാക്കിയിട്ട് വെക്കാനൊക്കെ മോളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂളൊക്കെ കഴിഞ്ഞില്ലേ, വെക്കേഷനായി. ഇൻഷാല്ലാ ഇനി 2 മാസം കഴിയണം സ്കൂൾ തുറക്കണമെങ്കിൽ. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് പുരക്കൊക്കെ പോയി നിന്നിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടാണ് കേട്ടോ വീണ്ടും പണി തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.